നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ജീവൻ തുടിക്കുന്ന ചുമർ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ നോർത്ത് ചാലക്കുടി മഠത്തിൻകാവ് ഭഗവതി ക്ഷേത്രം. പാരമ്പര്യ ചുമർ ചിത്രകലയിലെ പഞ്ചവർണ്ണ വിന്യാസത്തിലൂടെ ആധുനിക ചിത്രകലയെപ്പോലും വെല്ലുന്ന രീതിയിലാണ് ചുമർ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ചിത്രങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് 1 വർഷം കൊണ്ട്. ഐരാണിക്കുളത്ത് ഉദയം സോക്കർ ഫെസ്റ്റിന് തുടക്കമായി. ഐരാണിക്കുളം സ്കൂൾ മൈതാനിയിൽ മെയ് 12 വരെയാണ് മത്സരങ്ങൾ. പുത്തഞ്ചിറ പിണ്ടാണിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. പ്രദേശത്ത് ജലനിധി വെള്ളമെത്തുന്നത് 2 ആഴ്ച കഴിയുമ്പോൾ. ടാങ്കറുകളിൽ വെള്ളമെത്തിച്ച് പരിഹാരം കാണണമെന്ന് KPMS. വാർത്തകൾ വിശദമായി. ജീവൻ തുടിക്കുന്ന ചുമർ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ് നോർത്ത് ചാലക്കുടി മഠത്തിൻകാവ് ഭഗവതി ക്ഷേത്രം. പാരമ്പര്യ ചുമർ ചിത്രകലയിലെ പഞ്ചവർണ്ണ വിന്യാസത്തിലൂടെ ആധുനിക ചിത്രകലയെ പോലും വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ചുമർ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 1 വർഷം കൊണ്ടാണ് ചിത്രങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2 നിലകളുള്ള ചാലക്കുടിയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. 2 നിലകളിലായി ദേവിയുടെ വൈവിധ്യമാർന്ന ഭാവങ്ങൾക്ക് പുറമെ കന്നിമൂലയിൽ ഗണപതി, ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള ശിവൻ, വരാഹമൂർത്തി തുടങ്ങിയവയാണ് പ്രധാന ദേവന്മാരുടെ ചിത്രങ്ങൾ. കേരളത്തിലെ പ്രമുഖ ചുമർ ചിത്ര കലാകാരനായ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി KK വാര്യരുടെ ശിഷ്യനായ സജി അരൂരാണ് ഇവിടെ ജീവൻ തുടിക്കുന്ന ചുമർ ചിത്രങ്ങൾക്ക് വർണ്ണങ്ങൾ ചാലിക്കുന്നത്. ആക്രിലാക് പെയിന്റിലാണ് ഇവിടെ ചിത്രങ്ങൾ ഒരുക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലും മലപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലും സജി ആശാൻ വാര്യരുടെ കൂടെ ചുമർ ചിത്രങ്ങൾ തീർത്തിട്ടുണ്ട്. 25 വർഷമായി ചുമർ ചിത്രകലാരംഗത്തെ സജീവ സാന്നിധ്യമാണ് സജി അരൂർ. എറണാകുളം, വളഞ്ഞമ്പലം, തൃപ്പൂണിത്തുറ തുടങ്ങി ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ചുമർ ചിത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെന്ന് സജി പറഞ്ഞു. ശ്രീനിഷ് പള്ളുരുത്തി, പ്രവി ചന്ദ്രൂർ, അഖിൽ തുമ്പൂർ എന്നിവരാണ് സജിയെ ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഐരാണിക്കുളം ഉദയം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഉദയം സോക്കർ ഫെസ്റ്റിന് തുടക്കമായി. ഐരാണിക്കുളം സ്കൂളിന്റെ മനോഹരമായ മൈതാനിയിൽ ആരംഭിച്ച സോക്കർ ഫെസ്റ്റ് കുഴു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. ഉദയം പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് തോമസ് മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു. തെക്കൻ താണിശ്ശേരി ദേവാലയ വികാരി ഫാദർ നെവിൻ ആട്ടോക്കാരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വാർഡ് മെമ്പർ സന്തോഷ് കുമാർ, KV വസന്തകുമാർ, KV ജോയ്, ഓവൻസ് പാനിക്കുളം എന്നിവർ സംസാരിച്ചു. മെയ് 5 മുതൽ 12 വരെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 മത്സരങ്ങൾ ആരംഭിക്കുക. ആദ്യ ദിന മത്സരത്തിൽ അറേബ്യൻ പാലസ് ഇടപ്പള്ളി 2-നെതിരെ 4 ഗോളുകൾക്ക് യങ്സ്റ്റാർ കൊടുങ്ങല്ലൂരിനെ പരാജയപ്പെടുത്തി. പ്രമുഖരും പ്രശസ്തരുമായ താരങ്ങളടങ്ങുന്ന 8 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. എല്ലാ ദിവസവും മത്സരങ്ങൾക്ക് മുമ്പ് വിവിധ കലാപരിപാടികളും അരങ്ങേറും. പുത്തഞ്ചിറ പിണ്ടാണിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. പ്രദേശത്ത് ജലനിധി വെള്ളം എത്തുന്നത് 2 ആഴ്ച കഴിയുമ്പോൾ. പ്രശ്നത്തിന് ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച് പരിഹാരം കാണണമെന്ന് KPMS ആവശ്യപ്പെട്ടു. 15 ദിവസം കൂടുമ്പോൾ എത്തുന്ന ജലനിധി വെള്ള വിതരണത്തിനിടെ പൈപ്പ് പൊട്ടിയാൽ വീണ്ടും കുടിവെള്ള വിതരണം മുടങ്ങുന്ന അവസ്ഥയാണെന്നും KPMS പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖാ പൊതുയോഗം ആരോപിച്ചു. മാള ഏരിയ യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലപ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. KK വിജയൻ അധ്യക്ഷനായി. MK കുമാരൻ, TU കിരൺ, UV വിശ്വനാഥൻ, UD സജീവൻ, MP സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. കുഴൂർ KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാല പുതിയതായി പൂർത്തീകരിച്ച കോപ്പറേറ്റീവ് ഓഫീസിന്റെ ഉദ്ഘാടനവും 150ാം വാർഷികവും നടന്നു. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണുക്കാടൻ ആശീർവാദവും ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ചു. എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ദൈവനാമത്തിൽ ഇത് മുറിക്കട്ടെ.
തുടർന്ന് നടന്ന പൊതുസമ്മേളനം കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓരോ ഉൽപ്പന്നവും നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഇന്ന് മത്സരാധിഷ്ഠിതമായിട്ട് ലോക മാർക്കറ്റിങ്ങുമായിട്ട്, അല്ലാതെ കേരളത്തിൽ മാത്രമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനങ്ങളല്ല ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. കൂടുതൽ സാങ്കേതികപരമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു മുതലാളിത്ത സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അത്തരം മത്സരങ്ങൾ ഇന്ന് ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇന്ന് ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ മാർക്കറ്റിങ്ങിന്റെ സാധ്യതകൾ വിപുലീകരിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ തന്നെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മാർക്കറ്റിംഗ് സംവിധാനം വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളത്. അവിടെയാണ് എങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളും ഏതെല്ലാം മാർഗങ്ങളിലൂടെ അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം തന്നെ പരിശോധിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ അത് വികസിപ്പിക്കാം. ആ മത്സരത്തിൽ വീഴാതെ പിടിച്ചു നിൽക്കുകയും വികസനത്തിന്റെ നല്ലൊരു പാതയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വിജയമായിരുന്നു. കണ്ടംകുളത്തി വൈദ്യശാല മാനേജിംഗ് ഡയറക്ടർ വിൽസൺ കണ്ടംകുളത്തി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PK ഡേവിസ്, ശോഭന ഗോകുൽനാഥ്, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, ഫാദർ ലെവിൻ ആട്ടോക്കാരൻ, ഡോക്ടർ റോസ്മേരി വിൽസൺ, KV വസന്തകുമാർ, PS സന്തോഷ് കുമാർ, KG മോഹനൻ, PJ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മാള സെന്റ് ആന്റണീസ് സ്കൂൾ 1983-84 SSLC ബാച്ച് ഗോൾഡൻ മെമ്മറീസ് വേനൽമഴ സംഗമം സംഘടിപ്പിച്ചു. ലളിതാ മേനോൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ആരിഫ് കോറോത്ത് അധ്യക്ഷനായി. KR മുരുകൻ, KP ജോയ്, KA ബാബു, പവിത്രൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പുലരി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം ആഘോഷിച്ചു. പൂയപ്പള്ളി തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. PT മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ VM ജോണി, CS തിലകൻ, രശ്മി സോമകുമാർ, VS രാജേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. അഴീക്കോട് കൊട്ടിക്കൽ കുടുംബ കൂട്ടായ്മ പൂമരം റെസിഡൻസ് 7ാം വാർഷികം ആഘോഷിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടത്തി. വാർഷിക സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പൂമരം പ്രസിഡന്റ് അരുൺജിത്ത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ഷാംനാഥ്, യുവകലാ സാഹിത്യ ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം എന്നിവർ മുഖ്യാതിഥികളായി. ബിജീഷ്, ഷാഹുൽ ഹമീദ്, അഷ്റഫ് ചേന്നമംഗലം, MA അഷ്റഫ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നിയമബോധവൽക്കരണം നടത്തി. അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് ക്ലാസ് നയിച്ചു. തുടർന്ന് നാടകാവതരണവും പ്രാദേശിക കലാകാരന്മാരുടെയും കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ജീവൻ തുടിക്കുന്ന ചുമർ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ നോർത്ത് ചാലക്കുടി മഠത്തിൻകാവ് ഭഗവതി ക്ഷേത്രം. പാരമ്പര്യ ചുമർ ചിത്രകലയിലെ പഞ്ചവർണ്ണ വിന്യാസത്തിലൂടെ ആധുനിക ചിത്രകലയെപ്പോലും വെല്ലുന്ന രീതിയിലാണ് ചുമർ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ചിത്രങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് 1 വർഷം കൊണ്ട്. ഐരാണിക്കുളത്ത് ഉദയം സോക്കർ ഫെസ്റ്റിന് തുടക്കമായി. ഐരാണിക്കുളം സ്കൂൾ മൈതാനിയിൽ മെയ് 12 വരെയാണ് മത്സരങ്ങൾ. പുത്തഞ്ചിറ പിണ്ടാണിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. പ്രദേശത്ത് ജലനിധി വെള്ളമെത്തുന്നത് 2 ആഴ്ച കഴിയുമ്പോൾ. ടാങ്കറുകളിൽ വെള്ളമെത്തിച്ച് പരിഹാരം കാണണമെന്ന് KPMS. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.